ഹലോ മെഡ് സെന്റർ. ഇത് ദൂരദർശനിന്നാ. ആ വെതർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇതുവരെ കിട്ടിയില്ലേ? ഇല്ലെന്നേ. ഇതിപ്പോ കുറച്ചു ദിവസമായിട്ട് സ്ഥിരം ഡിലേ ആണ്. ഇവിടെ വാർത്തയ്ക്ക് സമയമായി. ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. പറയാനുള്ളത് എന്താന്ന് വെച്ചാ നേരിട്ട് പറഞ്ഞു. ശരി. പിന്നെ ഹെഡിനെയും കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞു. ഓക്കെ. ഓക്കെ. സാർ. രവി, റിപ്പോർട്ട് റെഡി ആയില്ലേ? ദൂരദർശനിൽ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. സാർ, ക്യുമുലസ് ക്ലൗഡിന്റെ റൈറ്റ് എഡ്ജിലുള്ള ആ ബ്ലാക്ക് സ്പോട്ട്, അപ്പോൾ അതിപ്പോൾ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാതെ, ഒരു ക്ലാരിറ്റി വരുത്താതെ. എൻ്റെ പൊന്ന് രവി, ആ ബ്ലാക്ക് സ്പോട്ടിന് അതിൻ്റെ വഴിക്ക് വിട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്ലാക്ക് സ്പോട്ട് വരണമെന്നൊന്നുമില്ലല്ലോ. വരണമെന്നില്ല സാർ, പക്ഷെ വരാമല്ലോ. എന്ന് വരാൻ? അല്ല, അങ്ങനെയല്ല, നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ. സർ, പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തെക്കുറിച്ച് വളരെ സസൂക്ഷ്മമായി സമഗ്രമായി പഠിക്കാൻ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവർക്ക് എൻട്രി അനുവദിക്കാമോ? അനുവദിച്ചോളൂ. പക്ഷെ രവി, പഠിപ്പിച്ച് അവരെ വെറുപ്പിക്കരുത് കേട്ടോ. പാവം ചെറിയ കുട്ടികളല്ലേ. കളക്ടറെ വിളിക്കുന്നു. അയ്യോ, ഒന്ന് ഞാൻ അങ്ങോട്ട്. അവിടെ ഇരിക്കേ, രവിയും കൂടെ കേൾക്കേണ്ടതാ. ഇത് കേട്ടിട്ട് പോ. ഹലോ സാർ. ഇന്നലെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മഴ മിനിഞ്ഞാന്നേ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇന്നലെ ക്ലിയർ സ്കൈ അല്ലേ? എന്താ അങ്ങനെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ റിപ്പോർട്ട് വിശ്വസിച്ച് ജില്ലയിലെ സ്കൂളുകൾക്ക് ഞാൻ അവധി കൊടുത്തില്ല. എന്നിട്ടോ ഇതുപോലൊരു മഴ ഇതുവരെ ഉണ്ടായിട്ടില്ല സാർ. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു മഴ ഉണ്ടായിട്ടില്ല. എടോ, എന്റെ FB പേജ് ഹാങ് ആയിരിക്കുക. കുട്ടികളൊക്കെ ട്രോൾ ചെയ്തിട്ടേ. നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് വെച്ച് ഫോർകാസ്റ്റ് ചെയ്യാനല്ലേ സാർ പറ്റുള്ളൂ. അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സാർ. മതി. രവിയല്ലേ? രവിയാണ് സാർ. അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഈ ഫ്ലഡ് സിറ്റുവേഷൻ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാ. ഞാൻ പറയാം സാർ. അയാൾ ചായ കുടിക്കാനോ മറ്റോ പുറത്തു പോയതാ. അയാൾ വരുമ്പോൾ ഞാൻ പറയാം. സാർ കേട്ടല്ലോ, ഇപ്പൊ ക്ലാരിറ്റി കിട്ടി. ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് ആ ദൂരദർശൻകാരുടെ തെറിയും കൂടെ കേട്ടിട്ട് പോ. വേണ്ട സാർ. ഹലോ. അതെ, ഇന്ന് മഴ പെയ്യോ രവിയേട്ടാ? ഞാനിവിടെ 100 കാര്യങ്ങൾ. നീ വെച്ചിട്ട് പോയ. അങ്ങനെ ഫോൺ വെക്കാനൊന്നും പറ്റില്ല. ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് അടച്ചു പൂട്ടി ഇരുന്നിട്ടേ എന്റെ തല അതിലും ചൂട് പിടിച്ചിരിക്കും. ഞാൻ വിളിച്ചതേ ആ 2Cയിലെ ആൻസിയെ ഇന്ന് മുളക് കഴുകി. ആൻസിയുടെ മുളക് ഞാനും തമ്മിൽ എന്ത് വന്നു? അതെ, റൂഫ് ടോപ്പിലൊന്ന് ഉണക്കാൻ വെക്കാനായിരുന്നു. രവിയേട്ടനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയാന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊരു ഗമയല്ലേ രവിയേട്ട, മഴ പെയ്യോ എന്ന്? ഇടിയും മിന്നലും ചേർന്നൊരു മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. വേണ്ട നാളെ തന്നെ വിടാം. ഇതങ്ങ് വെച്ച് താമസിപ്പിക്കണ്ട. ശരി, വെക്കണേ, പിന്നെ കാണാം. ഏതിൻ്റെ ഇടേ? ഡിവോഴ്സിന്റെ പേപ്പർ ഒപ്പിട. നീ അത് ഉറപ്പിച്ച? എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട്. അവള് വേറെ ഒരുത്തനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അവളെ അഡ്ജസ്റ്റ് ചെയ്യാനാ. എന്നാലും ഒരു ബന്ധം മുറിച്ചു മാറ്റാന്ന് വെച്ചാ. അളിയാ, മുറിക്കേണ്ടത് മുറിക്കുക തന്നെ വേണം. അതെ, അത് കറക്റ്റാണ്. ശാസ്ത്രം പുരോഗമിച്ച് അങ്ങ് ചൊവ്വയിലെ വെള്ളം വരെ കണ്ടുപിടിച്ചു. പക്ഷെ പെണ്ണിന്റെ മനസ്സ് കറക്റ്റാണ് സാർ. എടാ, നമ്മൾ ആണുങ്ങളെ മനസ്സ് തീരത്തെ കടൽ പോലെയാണ്. കുറെ ഒച്ചപ്പാടും പതയും തിരമാലകളെല്ലാം ഉണ്ടാകും. പക്ഷെ പെണ്ണുങ്ങളെ മനസ്സ് അങ്ങനെയല്ല. ഉൾക്കടലാണ്, ഉൾക്കടൽ. പുറമേ നോക്കുമ്പോൾ ശാന്തം, സുന്ദരം. പക്ഷെ അകത്തെന്തൊക്കെയാണെന്ന് എന്നാലും അളിയാ, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട്. ഞാൻ ക്ലിയർ ആണ്. ഓക്കെ, എനിക്കിപ്പോ എന്ത് ചീട്ടിറക്കും. 2 സെക്കൻഡ്, ഞാൻ താഴെ എത്തി. ഇതെന്താ പടി കയറി വരുന്ന ലിഫ്റ്റ്? ലിഫ്റ്റ് ഇല്ല, മെയിൻ്റനൻസ് വർക്ക്. 2 ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. നടക്ക്. ഇന്നെന്താ നൈറ്റ് ഷിഫ്റ്റ് ആണോ? നമ്മൾക്ക് എന്ത് ഡേ നൈറ്റ്. ഒരു ലൈവ് കവറേജ് ഉണ്ട്. രാത്രി എന്ത് റോഡ് ഉപരോധമാണ് അത്രേ. നമ്മൾ പോണം. മോളിൽ നിന്നുള്ള ഓർഡർ. പോട്ടെ. റിപ്പോർട്ടർ കാർ റോദൻ. എടോ, നമ്മുടെ ഈ ചുവരിലാരോ കുത്തി വരച്ചിട്ടുണ്ട് കേട്ടോ.
എന്തായാലും ഞാനല്ല. ആ ഉത്തരവാദിത്വം തീർന്നല്ലോ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വെയിറ്റ്? വിലയും. ആ കോളിംഗ് ബെല്ല് കേട്ടപ്പോ ബുക്ക് തുറന്നു വെച്ചതല്ലല്ലോ. നോ കമന്റ്സ്. ഇനി ടി വി കണ്ടോണ്ടിരുന്ന നീ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ പെട്ടെന്ന് പോയി ബുക്ക് തുറന്നതാണെങ്കിൽ ആ എഫർട്ടിന് താങ്ക്സ് അച്ഛാ. ഈ ചോക്ലേറ്റ് കിട്ടാൻ മാത്രം ഇങ്ങനെ ചിരിച്ചാൽ മതി കേട്ടോ. അതുപോരെ? മതി, അത് മതി. മിസസ് ബിന്ദു രവീന്ദ്രൻ, സാധനങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ലാതിരിക്കോ? ആരാ വാങ്ങിയേ? അയ്യടാ, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. അതെ, ഇന്ന് അമ്മ വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന്. അച്ഛന് സുഖമില്ലാതിരിക്കുമല്ലേ? കണ്ടോളൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനാ. ബിന്ദു, നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. 10 കൊല്ലമായി. നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ. ഞാനില്ല. അതെ, ഒറ്റയ്ക്ക് പോകാനായിരുന്നു. എനിക്ക് എവിടെയൊക്കെ പോയിരുന്നു. എന്നേ പോയിരുന്നു. പൊക്കോടായിരുന്നോ? ദേ, ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. ആദ്യ രാത്രി എന്നോട് പറഞ്ഞ പ്രധാന കാര്യം എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ? എൻ്റെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതാണ് എൻ്റെ സന്തോഷം. അന്നോട്ട് എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ചേ, ഒരു ജോലിക്ക് പോലും പോവാതെ. എന്നിട്ടിപ്പോൾ പറയുന്ന കേട്ടില്ലേ, ഒറ്റയ്ക്ക് പോയിരുന്നില്ലെന്ന്. നിനക്ക് ജോലിക്ക് പോണോ? അതെ, ഇങ്ങനൊന്നും ചോദിച്ചാൽ പോരാ. ചോദിക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ചോദിക്കേ. ആ ഫ്ലാറ്റിന്റെ താഴെ അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യൻ സാക്ഷ്യത്തെ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ജോലിക്ക് പോണോ? ഉയ്യോ, കാലാവസ്ഥ ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി. എന്റെ പ്രവചനമാണ്, നീ അറിഞ്ഞില്ലല്ലോ. എവിടെ ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നതിന്? ചക്രവാത ചുഴിയോ? ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല. ഓ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാടാ? ആരാടാ ഫോണില്? അതാരുമില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരെണ്ണം പണിതാലോന്ന്. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. വീട് പൊളിച്ചു കെട്ടാഞ്ഞിട്ടാ. എന്റെ പൊന്നമ്മേ, നാളെ ഒരു കൂട്ടർ പെണ്ണി ചോദിച്ച് എന്നെ കാണാൻ വരുമ്പോ അവരെന്താ വിചാരിക്കും? കൂറ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ടോ, ബാത്റൂം ഉണ്ടോ, എന്തിനു കാറ് പാർക്ക് നല്ലൊരു സ്ഥലമുണ്ടോ? ഓ, കാറ്. നീ ആ ബാത്റൂമിന്റെ ഷീറ്റ് മാറ്റിയിട്ടേ അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ. എന്നിട്ടാ കാർ പാർക്കിങ്. അത് കൊടുക്കണമല്ലോ, കൊടുക്കുമല്ലോ. വെറുതെ ഒരു കാര്യം പറഞ്ഞു മനുഷ്യനെ ചോറി പോലെ. സാറേ നമസ്കാരം. ഞങ്ങൾ എന്തിനാ വന്നതെന്ന് സാറിന് അറിയാലോ. ബഷീറേ, ഫയലുകൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങൾ എത്ര യൂണിയൻകാർ വന്നാലും ഞാൻ പ്രേമന് മെമ്മോ കൊടുക്കും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ. പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. എന്ത് ക്ലാരിറ്റി ഇല്ലെന്ന്? ദേ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഒന്നാമത് ഞാനില്ലാത്ത സമയത്താണ് എൻ്റെ ക്യാബിനിൽ കയറി എൻ്റെ റെക്കോർഡ്സ് എടുത്തത്. എൻ്റെ കീഴുദ്യോഗസ്ഥരുടെ ക്യാബിനിൽ കയറാനും വേണമെങ്കിൽ ഒരു മിന്നൽ പരിശോധന നടത്താനും ഇവിടുത്തെ നിയമം എന്നെ അനുവദിക്കുന്നുണ്ട്. ഫയലുകൾ ആവശ്യമാണെങ്കിൽ ചോദിക്കണ ഹേ, അല്ലാതെ ഞാനില്ലാത്തപ്പോൾ പതുങ്ങി വന്ന് എടുക്കുകയല്ല വേണ്ടത്. ചോദിച്ചാൽ നീ ഇങ്ങ് എടുത്ത് തരും. എന്നെ ബുദ്ധിമുട്ടിച്ച സാറും ബുദ്ധിമുട്ടും. അത് പിന്നെ സാറേ ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അവർ എഴുതണ്ടേ. അത് നിങ്ങൾ നോക്കേണ്ടതാണ് സർ. ആക്ച്വലി ഇവര് നമ്മുടെ രജിസ്റ്റർഡ് ആണെങ്കിൽ ഫോൺ നമ്പറും ഇല്ല, ടൈമും ഇല്ല. ദാ ഷൂ എന്ന് പറഞ്ഞൊരു ഒപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ല സാർ, 2-3 കേസുകൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ മൂത്രമൊഴിക്കാനോ വല്ലതും പോയപ്പോൾ സംഭവിച്ചതായിരിക്കും സാർ. പക്ഷെ സാറിന്റെ ഗസ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വിട്ടുകളാ. ശരി. അതെ, ഈ പോകുന്നവരുടെ വരുന്നവരുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം കേട്ടാ. ഇനി ശ്രദ്ധിക്കാം സാർ. ശരി എന്നാ. താരക്കുട്ടിക്ക് ഇതിൽ ഏത് റൂമാ ഇഷ്ടം? ഇത്
ചെറുതായി പോയില്ലല്ലോ. എടോ ഓരോ ദിവസം കഴിയുന്തോറും വലിപ്പം കൂടുന്നുണ്ടോ വീടിന്? കൂടിയ മുറി ഏതാണെന്നറിയോ? മാഷ് ഇന്നലെ പറഞ്ഞ കാലാവസ്ഥ മുറി. അയ്യോ അത് വേണം, എന്റെ വാന നിരീക്ഷണം അത് വേണം. നമ്മൾ ആ കൂടെ ഒരു വീടല്ലേ വെക്കുന്നുള്ളൂ ലൈഫില്, അല്ലേ? നോ കമന്റ്സ്. ആ താങ്ക്സ്. ഇന്നിവിടെ ആര് ഗസ്റ്റ് വന്ന്? ഗസ്റ്റാ? ഇവിടെയാ ബെസ്റ്റ്. അല്ല രജിസ്റ്ററില്. അയ്യോ കളക്ടർ. ഹലോ രവി. ആ സർ. ആ ഫ്ലഡിന്റെ ഫയലിൽ നിങ്ങളുടെ റിപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് വെച്ചാൽ അത് വെച്ച് മാത്രമേ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ. എന്നാലേ നമുക്കൊന്ന് തടിതാപ്പാൻ കഴിയൂ. സാർ അതിലൊരു ടെൻഷൻ ആവണ്ട, ഫയലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് എത്ര രാത്രിയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് മാത്രമേ രവി ഉറങ്ങാൻ പാടുള്ളൂ. ഷുവർ ഷുവർ. അതൊക്കെ ശരി. ഹലോ ഹലോ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അവിടെ അവിടെ. ആ അല്ല ഇവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്ത് നിങ്ങളല്ലേ? അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത്. ആ അതന്നെ ഞാൻ പറയണത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങളല്ലേ ശരിയാക്കേണ്ടത്. ആ രവി സാറേ, സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല. എന്നുവെച്ചാൽ? അല്ല സാർ, അവർ എഴുതിയിരിക്കുന്നത് 9 അക്കമുള്ളൂ, 10 അക്കവും ഇല്ല. അപ്പോൾ സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ. ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ? അല്ല സാർ, ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. സാറേ അത് പിന്നെ ആ രജിസ്റ്റർ ബുക്ക് എടുത്തൊന്ന് കാണിച്ചു. പറഞ്ഞു. ഇതുകൊണ്ട് പറയുന്നല്ലേ സാറേ, എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം. ഞാൻ മുമ്പ് നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, സൺഷൈൻ. അവിടെ മൊത്തം ഉടായിപ്പായിരുന്നു. വരുന്നവർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചങ്ങ് പോകും. നമുക്കറിയാതെ. പിന്നെ ഇവിടുത്തെ ഫ്ലാറ്റിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ. അയ്യോ ഇതാ നോക്കി സാർ, ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് തന്നെ വന്നത്. അന്ന് തന്നെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ ഒരു നമ്പർ കുറവാണ്. ചിലപ്പോൾ ഗസ്റ്റിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. എന്റെ നമ്പർ എഴുതിക്കോ. ശരി സാർ. ശരി. അവൻ ആളത്ര ക്ലിയർ അല്ലെന്നുള്ള വിവരം സാറിനടുത്ത് പറയാം. അതിപ്പോൾ നമ്മളായിട്ടൊന്നും പറയണ്ട. എത്തിയോ? എന്തു പറ്റി? മുഖമൊക്കെ മേഘവൃതാണല്ലോ. മോളോട് താഴെ കളിക്കാൻ പോയി. അല്ല ഇതെന്താ മുഖത്തിനൊരു വാട്ടം? ചായ. അതെ, 8 ടീയിലെ സുമ ഒരു കോഫി പൗഡർ തന്നു. 8 ഡിയാ? ആ സുമ. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. ഇന്ന് കോഫി എടുക്കട്ടെ ഒരു ചേഞ്ചിന്? സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട, മനസ്സിലായോ? ഇതുവരെ എങ്ങനെ ആയിരുന്നോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നാ മതി. ഇതെന്തോ ഇത്? ചായക്ക് ചായ അല്ല പിന്നെ 8 ടീ ചായ എടുക്കുവാന്നേ. ഞാനിവിടെ ഫ്ലാറ്റില്. മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ. ഓ ഈവനിങ് അല്ലേ? ഓക്കെ ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ. നിന്റെ കഴുത്തിലെന്തോ ഒരു പാട്? പാടോ? എന്ത് പാട്? നഖമൊക്കെ കൊണ്ടുപോലത്തെ ഒരു പാട്. അയ്യോ അത് മാത്രമോ കണ്ടോളോ? ദേ
ഇവിടെയും 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 ഒക്കെ പാടുണ്ട്. അതെ, അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്ത് നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്ത കഴുത്തിനകത്ത് പാട് വരുമോ? ഷടാ, ഇതെന്തൊരു പാട്? ഇത് ഏത് പാടിൻ്റെ കാര്യമായി പറയുന്നേ? ഞാൻ നോക്കട്ടെ. നോക്ക് അവിടെ അതിന്റെ സൈഡില്. ആ ഇത് ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ആ ഫ്രെയിം കൊണ്ടുവന്നേ. ക്ലാരിറ്റി ഇല്ല. ഇത് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞത്? എന്താ? അല്ല, ഈ സ്റ്റാൻഡ് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞതെന്ന്? ആ എന്നാ പിന്നെ നമുക്കേ ഇത് അടച്ചിട്ട മുറിയിലോട്ട് മാറ്റാം. അടച്ചിട്ട് മുറിയിലോ? അതിനകത്തെല്ലാം നിങ്ങളുടെ പഴഞ്ചമ്പാട്ട സാധനങ്ങൾ ഇരിക്കുമല്ലേ, അവിടെ സൂചി കുത്താനിടയില്ല. പഴഞ്ചം പാട്ട സാധനങ്ങളാ. എടി, കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണത്. ക്ഷമിക്കണം, പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കളത്തല്ലേ, ഒരുപാട് കളത്തല്ലേ. നിന്റെ ഇതിവിടെ ഇരുന്നാ മതി, മുറിഞ്ഞോട്ട്.